അർജന്റീന അരിയും ഗോതമ്പും കൊടുത്ത് ലോകകപ്പ് വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? കണ്ണും പൊട്ടി വിശ്വസിക്കണ്ട. പക്ഷെ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ആ കഥ കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും. വർഷം 1976 അർജന്റീനയിൽ ജോർജ വിഡല എന്ന് പറയുന്ന ഒരു വലതുപക്ഷ നേതാവ് US-ന്റെ സഹായത്തോടെ ഉണ്ടായിരുന്ന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിക്കുന്നു. ഈ ഒരു ഭരണകൂടത്തിന് പക്ഷെ കാര്യമായ ജനപിന്തുണയില്ല. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ തണുപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം 78 സ്വന്തം മണ്ണിൽ നടക്കുന്ന ലോകകപ്പ് ജയിക്കുകയായിരിക്കുമെന്ന് വിഡലും കൂട്ടരും കണക്ക് കൂട്ടി. ഈ പ്ലാന് പക്ഷെ പ്രശ്നം ഉണ്ടായിരുന്നു. അർജന്റീനയ്ക്ക് ശക്തമായൊരു ടീമില്ല. അതുകൊണ്ട് തന്നെ പെറുവിനെ 4 ഗോളിനെങ്കിലും തോൽപ്പിച്ചാൽ മാത്രമേ ഗ്രൂപ്പ് സ്റ്റേജ് പോലും കിടക്കുള്ളൂ എന്നൊരവസ്ഥയായി. ഇനിയാണ് കഥ തിരിയുന്നത്. ഈ മത്സരത്തിന് മുന്നേ ജോർജ വിഡല അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസിഞ്ചറിന്റെ ഒപ്പം പെറു താരങ്ങളുടെ ഡ്രസ്സിംഗ് റൂം സന്ദർശിച്ച് അവരായിട്ട് സംസാരിക്കാൻ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അങ്ങനെ ആ മത്സരത്തിൽ അർജന്റീന പെറുവിനെ 4 പകരം 6 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് ആ വർഷം ഫൈനലിൽ നെതർലാൻഡിനെ തോൽപ്പിച്ച് കിരീടം കൂടെ ചൂടിയതോടെ വിഡലയ്ക്കെതിരുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് തണുത്തു. ഇതിലിപ്പോൾ ഞെട്ടാൻ മാത്രം എന്താണെന്നുള്ളതല്ലേ, ബാക്കി കൂടെ കേക്ക്. ഈ ലോകകപ്പിന് ശേഷം അർജന്റീനയിൽ നിന്നും പെറുവിലേക്ക് നിരവധി സഹായങ്ങൾ ചെന്ന് കയറുന്നുണ്ട്. അരിയും ഗോതമ്പും പോലുള്ള ധാന്യങ്ങൾക്ക് പുറമെ സാമ്പത്തിക സഹായങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇതുകൂടാതെ അർജന്റീനയിൽ അഭയം പ്രാപിച്ചിരുന്ന പെറു വിരുദ്ധ പ്രക്ഷോഭകാരികളെ അർജന്റീന പിടികൂടിയിട്ട് പെറുവിന് കൈമാറുന്നുണ്ട്. ഒരുപക്ഷെ അർജന്റീന ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം. പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് എതിർ ടീം ഡ്രസ്സിംഗ് റൂമിൽ പോകേണ്ട കാര്യം എന്താണ്? അതും ഒരു US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കൂടെ. അപ്പം ഞാൻ ഈ കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കഥയുടെ എന്താ തോന്നിയെന്ന് താഴെ മാന്യമായ രീതിയിലൊന്ന് കമന്റ് ചെയ്തേക്കും. പോരാണ്ട് ഇതുപോലത്തെ നല്ല ഫുട്ബോൾ കഥകൾക്കായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തു.